അങ്ങനെ 5ാം ക്ലാസ് നമുക്കിത് നേരെ 6ാം ക്ലാസ്സിലോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? ഈ 6ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് നമ്മൾ പുതിയ സിലബസ് കൂടെ ആയിരിക്കും കേട്ടോ. 5ാം ക്ലാസ്സിൽ നമ്മൾ സിലബസ് മാറിയ പോലെ തന്നെ 6ാം ക്ലാസ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള പുതിയൊരു സിലബസ് കൂടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഒരു പടി മുമ്പോട്ട് കയറാൻ വേണ്ടി പോവാണ്, 6ാം ക്ലാസ്സിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എജുപോർട്ടിൻ്റെ ക്ലാസ് 6 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഷുവർ ആക്കുക കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ തന്നെ നിൽക്കുക. കാരണം 5ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നേരെ പേര് മാറ്റിയിട്ട് 6ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾക്കും നോട്ടുകളൊക്കെ അതിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണോ നിങ്ങളുള്ളത് അവിടെ തന്നെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പോവാണ്, അത് വേറെ ഒന്നുമല്ല, നമ്മൾ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് തുടങ്ങുന്ന കാര്യം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏപ്രിൽ 16 മുതലാട്ടോ അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ 16 മുതൽ നമ്മൾ സൂപ്പർ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ നേരത്തെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ സൂപ്പർ ബാച്ചിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോ. ഏപ്രിൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ സമയം തരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 ആൾക്കാരെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുള്ളത്. വെറും 7 ദിവസം കൊണ്ട് ഈ 1000 ആൾക്കാർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ലേറ്റ് ആയിട്ടായിരുന്നു ഇങ്ങനെ സൂപ്പർ ബാച്ച് ഉണ്ട് എന്നും അതിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏപ്രിൽ 15-ാം തീയതി വരെ, അതായത് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്ന തലേ ദിവസം വരെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിടുക. കാരണം തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഞങ്ങൾ വിളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോ. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മുടെ ലൈവ് ചാറ്റിൽ ഫ്രീ മെറ്റീരിയൽസ് ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയിലോട്ടായിരിക്കും നിങ്ങൾ പോവുക. ഫ്രീ മെറ്റീരിയൽസ് ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കാണാൻ വേണ്ടി കഴിയും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയിലോട്ടായിരിക്കും നിങ്ങൾ പോവുക. അതിൽ 1ാമത്തെ ഓപ്ഷൻ തന്നെ നോക്കിക്കേ, ഓഫർ ലഭിക്കാൻ ഫ്രീ രജിസ്റ്റർ നാവ് ക്ലാസിക് 2026 സൂപ്പർ ബാച്ച്. നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ സൂപ്പർ ബാച്ചിനെ കുറിച്ചാണുള്ളത്. അപ്പോൾ സൂപ്പർ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ മറക്കണ്ട. ഏപ്രിൽ 16-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ക്ലാസ് നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കൂടെ മാഷി ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഓഫറിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുക. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വിളിക്കുക. അവർക്കിത് പകുതി പ്രൈസിന് നമ്മൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസാണിത്. അതും എവിടെയും കിട്ടാത്ത അത്ര സൗകര്യങ്ങളാണ് എജുപോർട്ടിൻ്റെ ആപ്പുള്ളത്. നമ്മൾ ഈ എക്സാം ടൈമിലുള്ള ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ മാർക്കിലുള്ള മാറ്റങ്ങൾ. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസാണ് എജുപോർട്ടിൻ്റെ ആപ്പിലുള്ളത്. ഈ ക്ലാസ്സുകൾ മുഴുവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിലും കിട്ടാൻ വേണ്ടി പോകാം കേട്ടോ. പോരാത്തത് നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിലുള്ള സൗകര്യങ്ങളും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. വേറൊന്നുമില്ല, നിങ്ങൾക്ക് പുതിയ സിലബസാണ്, അതിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മുഴുവൻ സിലബസിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ നോക്കാൻ വേണ്ടി മെൻറ്ററും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടി കഴിയൂല. ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഈ ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നോ, ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ, നിങ്ങൾക്ക് എന്ത് പരാതികളുണ്ടെങ്കിലും ആ കാര്യങ്ങൾ മുഴുവൻ പറയാനും അത് മുഴുവൻ പരിഹരിക്കാനും പിന്നെ നിങ്ങൾക്ക് നേരെ നമ്മൾ ടീച്ചർമാരോട് ഡൗട്ടുകളൊക്കെ നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ചോദിക്കാൻ വേണ്ടി കഴിയും കേട്ടോ. പോരാത്തതിന് അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ തന്നെ ഓക്കെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ തന്നെ ഈ പാഠത്തിൽ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഇനിയും പഠിക്കേണ്ടതുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും നമ്മുടെ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുന്നത് വഴിട്ടോ. അതുപോലെ ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഓക്കെ, ഈ ക്ലാസ് കണ്ടുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞു, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരിക, അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഓരോ ക്ലാസ്സും കണ്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടിൽ. പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആപ്പിൽ നിങ്ങൾക്ക് തരും. പിന്നെ പോരാത്തതിന് ChatGPT പോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ChatGPTയോട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാര്യം, ലോകത്തിലെ എന്ത് കാര്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരങ്ങളും ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും അല്ലേ. അതുപോലെ തന്നെ ChatGPT പോലെ ഈ സംവിധാനം എജുപോർട്ടിൻ്റെ ആപ്പിലുണ്ടായിരിക്കും. ഏത് പാഠം റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആ ഡൗട്ട് മുഴുവൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ നമ്മളെ AI. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകാതെ നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ തരുന്നുണ്ട്. ഇനി ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. പോരാത്തതിന് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ആപ്പിൽ മുഴുവൻ സിലബസും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം പോലും മിസ്സാവാതെ മുഴുവൻ കാര്യങ്ങളൊക്കെ എജുപോർട്ടിൻ്റെ ആപ്പിലുണ്ടായിരിക്കും. പിന്നെ
ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം ഇതോട്ടൊക്കെ പോകുന്നതിന് നമ്മൾ സംശയം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മോഡൽ എക്സാം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാമിന് ചോദ്യങ്ങൾ വരിക അതറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകളാണ്. മുഴുവൻ മോഡൽ എക്സാമും നിങ്ങളെ എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് നടക്കുന്നതാണ്. നമ്മൾ എക്സാം സമയത്ത് ലൈവ് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓക്കെ അതേ പുതിയ സിലബസ് ആണെന്നിട്ടും അതേ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ എജുപോർട്ടിൻ്റെ ടീച്ചർമാർക്ക് കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ ഡൗട്ടുകളായിരുന്നു അല്ലേ? അത് മുഴുവൻ നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ മോഡൽ ക്വസ്റ്റ്യനും ഓരോ എക്സാം റിലേറ്റഡ് ആയിട്ടും എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടും എക്സാം എജുപോർട്ടിൻ്റെ ആപ്പിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാം എഴുതി പിന്നെ നിങ്ങൾക്ക് എക്സാമിനോടുള്ള പേടി തന്നെ മാറും. എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക അത് ഓട്ടോമാറ്റിക് ആയിട്ട് മൈൻഡ് സെറ്റായിട്ട് പോലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും പിന്നെ എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ ഉണ്ടായിരിക്കും. പിന്നെ റാങ്കിങ് ആൻഡ് അനാലിസിസ്, അതായത് നിങ്ങൾ നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റുകൾ ഉണ്ടായിരിക്കും. ആ പോയിന്റ് അനുസരിച്ച് എജുപോർട്ടിൻ്റെ ആപ്പിലുള്ള എല്ലാവരെയും സ്ഥാനവും റാങ്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളിപ്പോൾ ഇത്രാമത്തെ റാങ്ക് ആണെങ്കിൽ 1ാം സ്ഥാനത്തോട്ട് എത്താൻ വേണ്ടി നിങ്ങൾക്ക് സ്വയം തോന്നും. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിൽ ഇതുപോലെ റാങ്കൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് 1ാം സ്ഥാനത്തോട്ട് എത്താൻ വേണ്ടി തോന്നും. അപ്പോൾ നമ്മൾ വീണ്ടും കളിക്കും. അങ്ങനെ നമ്മൾ ഗെയിമിനൊക്കെ അഡിക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഗെയിം അധികം കളിക്കരുത് നമ്മളോട് പറയുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഗെയിം കളിക്കുന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും ഞങ്ങൾ വിളിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാനും കഴിയും. ഇത്രയും സൗകര്യങ്ങളുള്ള നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിലോട്ടാണ് രജിസ്റ്റർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കേട്ടോ. അതും വെറും 1999 രൂപക്ക്. അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യം കൂടി മാഷ് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം തന്നെ താഴെ ലൈവ് ചാറ്റിലെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഫ്രീ മെറ്റീരിയൽ ലിങ്ക് ആണ്, ഒരു ലിങ്ക് ഉണ്ടായിരിക്കുള്ളൂ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോയിലുണ്ടായിരിക്കും നിങ്ങൾ പോവുക. അതിൽ 1ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ആ കാര്യം കൊണ്ട് മാഷ് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും ഏപ്രിൽ 16 മുതൽ ക്ലാസ്സുകൾ തുടങ്ങും. ഏപ്രിൽ 16 മുതൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകളിൽ ഉണ്ട് എന്നും തുടക്കം മുതൽ തന്നെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്നും. തുടക്കമൊക്കെ മാത്സിൻ്റെ ബേസിക് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. മാത്സാണ് നമുക്ക് പലർക്കും ടഫായിട്ടുള്ള വിഷയമല്ലേ. ഈ ടഫായിട്ടുള്ള വിഷയം തുടക്കം തന്നെ നിങ്ങൾക്ക് സിമ്പിളാക്കി തരുന്ന കേട്ടോ. അപ്പോൾ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യം ഷുവറാക്കുക. നമുക്ക് എന്തായാലും ഏപ്രിൽ 16 മുതലുള്ള ക്ലാസ്സുകളായിട്ട് കാണാം. ബൈ ബൈ.